മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അതിവേഗം വളരുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് UPIയിൽ ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട അനുഭവം നൽകുന്നതിനും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI പുതിയ ചാർജ് ബാക്ക് നിയമങ്ങൾ പ്രഖ്യാപിച്ചു. 2025 ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ മാറ്റങ്ങൾ പ്രതിദിനം ഏകദേശം 600 ദശലക്ഷം UPI ഇടപാടുകൾ നടക്കുന്ന ഈ രംഗത്ത് തടസ്സരഹിതവും സമയബന്ധിതവുമായ തർക്ക പരിഹാര സംവിധാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ഈ പുതിയ നിയമങ്ങളിലെ ഒരു പ്രധാന മാറ്റം വൈറ്റ് ലിസ്റ്റിംഗ് ആവശ്യകത എടുത്തുമാറ്റി എന്നതാണ്. മുൻപ് ഒരു ഉപയോക്താവിന്റെ ചാർജ് ബാക്ക് അഭ്യർത്ഥന നിരസിക്കപ്പെട്ടാൽ, പ്രത്യേകിച്ചും അത് നിശ്ചയിച്ച പരിധി, അതായത് ക്ലെയിം ക്യാപ്പ് കവിയുന്നതിനാലോ മറ്റോ ആണെങ്കിൽ, ബാങ്കുകൾക്ക് NPCIയുടെ UPI റെഫറൻസ് കംപ്ലയിന്റ് സിസ്റ്റം URCS വഴി പ്രത്യേക അനുമതിക്കായി അപേക്ഷിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബാങ്കുകൾക്ക് യഥാർത്ഥവും നേരത്തെ നിരസിക്കപ്പെട്ടതായ ചാർജ് ബാക്കുകൾ പുനഃപരിശോധനയ്ക്ക് അർഹമാണെന്ന് നേരിട്ട് രേഖപ്പെടുത്താൻ സാധിക്കും. ഇത് കാലതാമസവും മറ്റ് ഇടപെടലുകളും കുറയ്ക്കുന്നു. ഈ മാറ്റങ്ങളെ ഇന്ത്യയുടെ പേയ്മെന്റ് ഇക്കോസിസ്റ്റത്തിലെ ഒരു ആവശ്യമായ മുന്നേറ്റം എന്നാണ് മാവറിക് സിസ്റ്റത്തിന്റെ CTO ആയ കിഷൻ സുന്ദർ വിശേഷിപ്പിച്ചത്. ഈ നിയമങ്ങൾ ബാക്ക്-എൻഡ് സംവിധാനങ്ങളിൽ ഓട്ടോമേറ്റഡ് അനുരഞ്ജനവും തത്സമയ തർക്ക ഡാഷ്ബോർഡുകളും ഉൾപ്പെടെയുള്ള നവീകരണങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു UPI ഇടപാട് പരാജയപ്പെടുകയും പണം അക്കൗണ്ടിൽ നിന്ന് കുറയുകയും ചെയ്യുമ്പോൾ ഔപചാരികമായി തർക്കങ്ങൾ ഉന്നയിക്കാൻ ചാർജ് ബാക്ക് സൗകര്യം ഉപയോക്താക്കളെ അനുവദിക്കുന്നു. ഈ തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രധാന സംവിധാനം ഇപ്പോഴും URCS പ്ലാറ്റ്ഫോം തന്നെയാണ്. എന്നാൽ പുതിയ നിയമങ്ങൾ പ്രകാരം തടസ്സങ്ങൾ കുറയുമെന്ന് ഒലിവ് CEO കുനാൽ വർമ്മ അഭിപ്രായപ്പെട്ടു. 2023 അവതരിപ്പിച്ച പരിധിയിൽ കൂടുതലായി വരുന്ന ചാർജ് ബാക്കുകൾ സമർപ്പിക്കുന്നതിനുള്ള പ്രക്രിയ ലളിതമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് UPI പേയ്മെന്റ് സിസ്റ്റത്തിലുള്ള ഉപയോക്താക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ന്യായമായ ചാർജ് ബാക്കുകൾ കാര്യക്ഷമമായി ഉന്നയിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും. ചാർജ് ബാക്ക് അഭ്യർത്ഥനകൾ പ്രോസസ് ചെയ്യുന്നതിന് ഇഷ്യൂവിംഗ്, അക്വയറിംഗ് ബാങ്കുകൾക്ക് കർശനമായ സമയപരിധികൾ നിർബന്ധമാക്കുന്നത് ന്യായമായ ചാർജ് ബാക്ക് അഭ്യർത്ഥനകൾ സമയബന്ധിതമായി പരിഹരിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുകയും അതുവഴി സിസ്റ്റത്തിലുള്ള വിശ്വാസം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഗ്രാൻഡ് തോൺടൺ ഭാരതിലെ റോഹൻ ലഖായർ വിശദീകരിച്ചു. ഈ പുതിയ നിയമങ്ങളിൽ ഒരു റിമിറ്റിംഗ് ബാങ്ക് റേസിംഗ് ഗുഡ് ഫെയ്ത്ത് നെഗറ്റീവ് ചാർജ് ബാക്ക് RGNB എന്ന ആശയം NPCI അവതരിപ്പിച്ചിട്ടുണ്ട്. 2023 ഡിസംബറിൽ NPCI പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം UPI ഉപയോക്താക്കളിൽ ചിലർ ചാർജ് ബാക്ക് നടപടിക്രമങ്ങൾ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവണത കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഒരു ഉപയോക്താവിന് 30 ദിവസത്തിനുള്ളിൽ 10 ചാർജ് ബാക്കുകളും ഒരു പെയർ ടു പെയർ കോമ്പിനേഷന് 5 ചാർജ് ബാക്കുകളും എന്ന നിലയിൽ ഓരോ മാസവും നടത്താൻ കഴിയുന്ന ചാർജ് ബാക്കുകൾക്ക് പരിധി നിശ്ചയിച്ചത്. ഈ പരിധി കവിഞ്ഞാൽ, അതായത് 11ാമത്തെ അല്ലെങ്കിൽ 6ാമത്തെ ചാർജ് ബാക്ക് അഭ്യർത്ഥനകൾ യഥാക്രമം CD1, CD2 എന്ന കാരണം കോഡുകളുടെ സ്വയമേവ നിരസിക്കപ്പെടും. ഈ സാഹചര്യങ്ങളിൽ മുൻപ് ബാങ്കുകൾക്ക് NPCIയുടെ അനുമതിക്കായി കാത്തിരിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ യഥാർത്ഥവും മുൻപ് നിരസിക്കപ്പെട്ടതുമായ ഈ ചാർജ് ബാക്കുകൾ ബാങ്കുകൾക്ക് നേരിട്ട് ഗുഡ് ഫെയ്ത്ത് RGNB വീണ്ടും സമർപ്പിക്കാൻ സാധിക്കും. URCS സിസ്റ്റത്തിൽ ഈ മാറ്റം 2025 ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരും. ബാങ്കുകൾ RGNB അഡ്ജസ്റ്റ്മെന്റുകൾക്ക് മുമ്പ് വേണ്ടത്ര ശ്രദ്ധയും സൂക്ഷ്മ പരിശോധനയും നടത്തണമെന്ന് NPCI കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം സിസ്റ്റം ഈ എൻട്രികളുടെ ആവർത്തനം മാത്രമേ പരിശോധിക്കുകയുള്ളൂ, അല്ലാതെ മറ്റു സാധ്യതകൾ പരിശോധിക്കില്ല. ഇതുകൂടാതെ പേഴ്സൺ ടു പേഴ്സൺ P2P, അതായത് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് ഇടപാടുകൾക്ക് 3 ദിവസത്തിനുള്ളിലും, P2M വ്യക്തിയിൽ നിന്ന് വ്യാപാരത്തിലേക്ക് ഇടപാടുകൾക്ക് 15 ദിവസത്തിനുള്ളിലും ഗുണഭോക്താവിന്റെ ബാങ്ക് RGNB സ്വീകരിക്കുകയോ പ്രതിനിധീകരിക്കുകയോ ചെയ്യണം. ഈ സമയപരിധികൾ പാലിച്ചില്ല എങ്കിൽ അത് സ്വീകരിച്ചതായി കണക്കാക്കും. ഇത് ഉപയോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ തർക്ക പരിഹാരം ഉറപ്പാക്കുന്നു. ഈ മാറ്റങ്ങൾ UPI ഇടപാടുകളിലെ വിശ്വാസ്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന NPCIയുടെ ലക്ഷ്യത്തിന് അനുസൃതമാണ്.